ഇത് ശ്രീലങ്കയിലെ എക്സ്പ്രസ് വേ ശൃംഖലയുടെ ആദ്യ ലിങ്കായ സതേൺ എക്സ്പ്രസ് വേ ആണ്. ഇത് കോട്ടവയിൽ നിന്നും മട്ടയിലേക്കുള്ളതാണ്. 451 കിലോമീറ്ററാണ് ഈ വഴിയുടെ ആകെ നീളം. ഈ വഴിയിൽ 122 കിലോമീറ്റർ ദൂരെയുള്ള മധുഗംഗ അഥവാ മാഡു നദിയിൽ സ്ഥിതി ചെയ്യുന്ന കറുവപ്പട്ട ദ്വീപിലേക്കുള്ള യാത്രയാണിത്. 10 ദിവസത്തെ ശ്രീലങ്കൻ കാഴ്ചകൾക്ക് വന്നതാണ് ഞാൻ. തേയിലത്തോട്ടങ്ങളാലും പ്രകൃതി ഭംഗിയാലും മനോഹരമായ റൂട്ടാണിത്. ഇതാണ് മധു നദി. ശ്രീലങ്കയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ കണ്ടൽ ചതുപ്പും ഉഭയജീവി പരിസ്ഥിതിയും ആയ മധുഗംഗ നിരവധി മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. പക്ഷി നിരീക്ഷണം നടത്താനും പറ്റിയ സ്ഥലമാണിത്. പ്രത്യേകിച്ച് മധുഗംഗ തടാകത്തിന്റെ ദ്വീപുകളും അതിന്റെ മിക്കവാറും എല്ലാ വശങ്ങളും ഇടതൂർന്ന കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. മധുഗംഗയിലെ പ്രധാന ആകർഷണം ബോട്ട് ഉല്ലാസയാത്രയും തടാകത്തിന്റെ ദ്വീപ് കാഴ്ചകളുമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാഴ്ച സാംസ്കാരികമായ കുറുന്തുതുവ എന്ന കറുവപ്പട്ട ദ്വീപാണ്. ഈ ദ്വീപിലെ ആളുകളുടെ പ്രാഥമിക വരുമാന സ്രോതസ് മത്സ്യബന്ധനവും കറുവപ്പട്ട വ്യാപാരവുമാണ്. കണ്ടില്ലേ ഇവിടുത്തെ മത്സ്യബന്ധന രീതി? മുളകൾ നാട്ടി വേലി കെട്ടി മീനുകളെ പിടിക്കുന്നു. ശ്രീലങ്കയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ കണ്ടൽ ചതുപ്പും ഉഭയജീവി പരിസ്ഥിതിയും ആയ മധുഗംഗ നിരവധി മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ മധുഗംഗ സന്ദർശിക്കുന്നത് കൂടാതെ നിരവധി പ്രദേശവാസികളും പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ ഇവിടം സന്ദർശിക്കുന്നു. നദിയിൽ ഒരു കട. ഇതിലെ വരുന്നവർക്ക് വേണ്ടി കരിക്കും ചെറിയ ഭക്ഷണവുമുള്ള നമ്മുടെ തട്ടുകട പോലെ. ഇത് വെള്ളത്തിലാണെന്ന് മാത്രം. നമ്മൾ ഒരു കണ്ടൽ ഗുഹയിൽ കയറുന്നു. കണ്ടില്ലേ, ഏകദേശം 8 അടി പൊക്കത്തിൽ വേരുകളും മുകളിൽ മരവും. ഒരു അന്യഗ്രഹത്തിൽ ചെന്ന പോലെ. ഇവിടുത്തെ ഒരു ചെറു ദ്വീപ്, അതായത് കറുവപ്പട്ട മാത്രം വളരുന്ന ദ്വീപ്. ഇവർ എങ്ങനെയാണ് കറുവപ്പട്ട ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം.
ഇതുണ്ട് സിനിമ ഉണക്കാൻ വെച്ചാണ്. This is how to make the cinnamon shoyu. Cinnamon sticks. The sun was trying raining. This is a cinnamon stick, and first they get clean out the skin. This outer skin they're using for make fertilizer, as you can smell, and it's using for make compost or another trees. It's not eatable. And then she get rubbing the inner bark. Normally she needed to get soft with that layer. Don't remove it. Dry after firewood. Okay. Small pieces put inside this peeling. This one join. Okay. This is 1 by 1 join. 1 meter for the export sizes. Okay. Can see this after dry under the shade. 1 week for dry. കറുകപ്പട്ടയുടെ തൊലി കളഞ്ഞ കോലുകൾ കൊണ്ടും ഇതിൻ്റെ തൊലികൾ ഇട്ടുമാണ് ഇതിൽ നിന്നും കറുവപ്പട്ട എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തൊലി ഉണക്കിയാണ് നമുക്ക് കിട്ടുന്ന കറുകപ്പട്ട. ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി.